വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ കീം എക്സാം കഴിഞ്ഞു ഗൈസ്. ആൻഡ് എൻ്റെ എക്സാം വന്നത് KMCT പറഞ്ഞൊരു കോളേജിലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു 12 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒരു അരമണിക്കൂർ യാത്ര. ആൻഡ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഷിഫ്റ്റ് 19-ാം തീയതി രണ്ടാമത്തെ ഷിഫ്റ്റ് ആയിരുന്നു എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഒരു 12:30 ഇറങ്ങി, എന്നിട്ട് ഒരു മണിയാകുമ്പോഴേക്ക് സെൻറ്ററിലെത്തി. ആൻഡ് ഞാൻ ജെയും NCT അങ്ങനത്തെ കുറച്ച് എൻട്രൻസ് എക്സാം എഴുതിയിരുന്നു. അതുപോലെ ഒന്നല്ല എക്സാം. ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റൽ ഡിക്റ്റേറ്റേഴ്സ് ഒന്നുമില്ല, CCTV ഉണ്ട്. പെന്നെടുക്കാം എല്ലാ ഒരു കാര്യം ഞാൻ മറന്നു. എന്നിട്ട് ഞാൻ പെന്നെടുക്കാതെയാണ് പോയത്. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടെങ്കിലും പെന്നെടുക്കാൻ മറന്നു. ആൻഡ് ഞാൻ അവിടെ കയറി. ബാക്കിയുള്ള എക്സാമിനെ പോലെയല്ല, ആദ്യം തന്നെ ഒരു മെൻറ്റർഷിപ്പ്, ഒരു ട്രെയിനിങ് തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അവിടെ ഒരു ഹാൾ ഉണ്ടായിരുന്നു. ഹാളിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് പാസ്വേഡ്, ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ പിന്നെ റോൾ നമ്പർ, അങ്ങനെ ഒരു മെത്തേഡായിട്ട് ക്ലിയർ ഒരു എക്സിക്യൂഷൻ ആയിരുന്നു. അവിടെ വന്ന ഇൻവിജിലേറ്റേഴ്സ്, അവിടെ സെക്യൂരിറ്റികളാവട്ടെ, അവിടെ നല്ല ബിഹേവിയർ ആയിരുന്നു അവർ. ആൻഡ് ഞാൻ പെന്നെടുത്തില്ലായിരുന്നു. എക്സാം തുടങ്ങി. ട്രയൽ എക്സാം ഉണ്ടാവുമല്ലോ, ട്രയൽ എക്സാമിൽ GK ഒക്കെയാണ് ചോദിക്കുക. കുറച്ച് GK ഒക്കെ അറിയാവുന്നവരോട് ഞാൻ അങ്ങനെ ജസ്റ്റ് സ്മൂത്തായിട്ട് പോയി. അപ്പോൾ പെന്നെടുത്തില്ല. അപ്പം ഞാൻ ഇൻവിജിലേറ്ററിനോട് പറഞ്ഞു പെന്നെടുത്തില്ല. അപ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ കയ്യിൽ പെന്നില്ല. അപ്പോൾ എനിക്കൊരു പെൻസിൽ തന്നു. അപ്പോൾ ആ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. എന്താ ഇപ്പം ചെയ്യുക. അപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എക്സാം തുടങ്ങി. ട്രയൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ മുന്നെയാണ് ഉണ്ടാവുക. അപ്പം എക്സാം തുടങ്ങി. ഫസ്റ്റ് തന്നെ മാത്സ് ആണ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മാട്രിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാനൊരു 5 മിനിറ്റിലാണ് കംപ്ലീറ്റ് ആക്കി. എൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്തു. എന്താ സുഖം. ഞാൻ വെച്ചാൽ കീം എക്സാം ഇത്ര സിമ്പിളാണ്. സെക്കൻഡ് ക്വസ്റ്റ്യന് കിട്ടി, ഇൻറ്റഗ്രൽസ്. അട്ടപടലം കിളിപോയി എന്ന് പറഞ്ഞാൽ അറിയാത്തതിനോട് ചെയ്യാൻ കഴിയുന്നില്ല. ഇക്വേഷൻ അറിയാം, ചെയ്യാൻ കഴിയുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്ത് എന്ന് പറഞ്ഞാൽ നേരെ ഫിസിക്സ് ചെയ്യേണ്ട നേരെ കെമിസ്ട്രിയിലേക്ക്, ഫിസിക്സ് കുറച്ച് ചെയ്യാണ്ടെന്ന് വിചാരിച്ചു. ആൻഡ് കെമിസ്ട്രിയിലേക്ക് കയറി. കെമിസ്ട്രിയിൽ ഇങ്ങനെ ഓരോ ചെയ്ത് കുറച്ചൊക്കെ കറക്കി കൂത്താണ്, അറിയാലോ. ഫസ്റ്റ് ടൈമാണ്, അത്ര പഠിച്ചിട്ടൊന്നുമില്ല. ദെൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കെമിസ്ട്രി ഏകദേശം ഒരു അരമണിക്കൂറിൽ കെമിസ്ട്രി ഫുള്ള് കംപ്ലീറ്റ് ആക്കി. പറഞ്ഞാൽ ബിക്കോസ് ഞാൻ ഫുള്ള് ആൻസർ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് കറക്കി കൂത്താണല്ലോ. ആൻഡ് ഇതിൽ ഒരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇതിൽ സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതായത് ഒരേപോലെ 6 ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഒരേപോലെയുള്ള 2 ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. പിന്നെ 0 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവുള്ളൂ ആൻസർ. കീം എക്സാമിൻ്റെ ഒരു പാറ്റേൺ ജസ്റ്റ് 0 വരുന്ന ക്വസ്റ്റ്യനൊക്കെ ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ അറിയുന്നൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം 0 ആണ് കണ്ടേരെ. പിന്നെ 0 വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ 0 പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് കൊടുത്തത്. അതൊരു പ്രോ ടിപ്പാണ്. ദെൻ എന്താ പറയുക, എല്ലാം അങ്ങനെ തന്നെയാണ് പോയത്. പിന്നെ ഇതൊക്കെ എനിക്ക് കീം എക്സാം. പിന്നെ ഞാൻ ഫിസിക്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു. ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. പിന്നെ മാത്സ് ഇൻറ്റഗ്രൽസ് കണ്ട്, പിന്നെ ഇങ്ങനെ പ്രോബബിലിറ്റി ഒക്കെ ചെയ്ത്, പിന്നെ ഇങ്ങനെ കുറച്ച് ലാഗായിരുന്നു മാത്സ്. എന്നാലും ഞാൻ ക്ലിയർ ടൈം എപ്പോഴാണോ കഴിഞ്ഞ് അപ്പോഴാണ് ലാസ്റ്റത്തെ ഉത്തരം കൊടുത്തത്. അത്രയും ക്ലിയർ ടൈമിലാണ് പോയത്. അതെന്താ അറിയില്ല, അത് ചെയ്തിട്ടൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ നോക്കി ചെയ്യണേ. പിന്നെ ഒരു തുടക്കം മാത്രമല്ലേ. കീം എക്സാമിനെ ഞാൻ നോക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് വെറുതെ ഇരിക്കുക, ഒരു എക്സ്പീരിയൻസ്. ആൻഡ് ഇൻവിജിലേറ്റേഴ്സ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഞാൻ വിൻഡോ സീറ്റിൻ്റെ തൊട്ടടുത്ത്, അതായത് വിൻഡോ സീറ്റ് അല്ല, എന്താ പറയുക, വിൻഡോൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അടിപൊളി കാഴ്ച ഉണ്ടായിരുന്നു പുറത്തൊക്കെ. നല്ല വൈബില്ല ഒരു എൻവിറോൺമെൻറ്റും ആയിരുന്നു. പിന്നെ നല്ല AC ഇല്ല, അതൊരു സംഭവമാണ്. പക്ഷേ ഫാൻ ഉണ്ടായിരുന്നു, ഫാൻ ഇങ്ങനെ പറഞ്ഞു കളിക്കും. അതൊക്കെയാണ് കുറച്ച് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായി പറയാനില്ല, അത്രയൊക്കെ ഒന്നും പറയാനില്ല. എന്നാലും കീം എക്സാം വാസ് സോ ഗ്രേറ്റ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ എക്സാമിനേഷൻ ആണ്.
എന്നെ എഴുതി നോക്കുക, എന്നെ പരിചയപ്പെടുക, എൻട്രൻസ് എക്സാമിനായിട്ടൊക്കെ പരിചയപ്പെട്ടാൽ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റ്. ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ പീസ് ഔട്ട്.